ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പിസ്സേൻ്റെ പ്രത്യേകത, ഇതിലേക്ക് ചീസോ ഈസ്റ്റോ മൈദയോ ഓവനോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ മാവ് കുഴച്ചെടുക്കുകയും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും പരത്തിയെടുക്കേണ്ട ഒന്നും കാര്യമില്ല. എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയായിട്ട് ഹോം മെയ്ഡ് പിസ്സ സോസിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. ഇതിന് മുഴുവനായിട്ടും വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് പകുതിയാക്കി മുറിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഉണക്കമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ തക്കാളിയുടെ മുകളിൽ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ തൊലി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഭാഗം കൂടെ ഒഴിവാക്കി കൊടുക്കണം. പിന്നെ ഉള്ളിലെ കുരു കൂടെ കളഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നന്നായിട്ട് കുറുകി വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വന്നാൽ കയ്യിൽ കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒറിഗാനോ എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യായാലും മതി. അപ്പോൾ ചീസിന് പകരമായിട്ട് ഇതിലേക്ക് വൈറ്റ് സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മൈദ എല്ലാ ഭാഗത്തും മിക്സായിട്ട് വരണം. അപ്പോൾ മൈദയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള ബട്ടറിൽ ഉപ്പുള്ളത് കാരണം വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി പിസ്സയിലേക്ക് വേണ്ട ബേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടിയായി വന്നപ്പോൾ അതിലേക്ക് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെ മാവ് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോവരുത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന പാന് വലുതാണെങ്കിൽ ഒരു 5 കോഴിമുട്ടയും 7 ബ്രെഡൊക്കെ എടുത്തിട്ടും മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു ടെക്സ്ചർ മതി. പിന്നെ അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഇത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേ പാനിൽ തന്നെ മറിച്ചിട്ടാലും മതി.
എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് കുറച്ചൊരു കട്ടിയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് വൈറ്റ് സോസ് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് മുകളിൽ വിതറി കൊടുത്താലും മതി. അപ്പോൾ വൈറ്റ് സോസും പിസ്സ സോസും ഒക്കെ എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം ഇതിന് മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്കും കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തു എന്ന് മാത്രം. ഈ ഒരു ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.